ഇന്ത്യയെ കത്തിക്കണം, ഇന്ത്യയുടെ സർക്കാരിനെ മറിച്ചിടണം. പറഞ്ഞു വരുന്നത് കോക്രോച്ച് പാർട്ടിയെ പറ്റിയിട്ടല്ല, അല്ലാതെ തന്നെ മറ്റൊരു ഓപ്പറേഷൻ ഇന്ത്യയെ ഇല്ലാതാക്കാൻ, ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇതിനെ പറ്റിയിട്ട് കൃത്യമായ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ പലതും തന്നെ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മാധ്യമങ്ങളൊന്നും പറയുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല, അത് നമുക്ക് അറിയുകയും ചെയ്യാം. കേരളത്തിലെ മാധ്യമങ്ങളോ ഇന്ത്യയിലെ പല മാധ്യമങ്ങളും ഇക്കാര്യമൊന്നും വെളിയിൽ പറയില്ല എന്നുള്ളതാണ്. കാരണം ഈ അജണ്ട നടപ്പിലാക്കുന്നവരുടെ നാവായിട്ട് നിൽക്കുന്നവരാണല്ലോ കേരളത്തിലെ മാപ്രകൾ. നാണം കെട്ട വർഗ്ഗമാണ്. അത് പോട്ടെ, ഇത് നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. എന്താണ് ഈ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ 37 എന്ന പേരിൽ അറിയപ്പെടുന്ന, ഓപ്പറേഷൻ 37 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഓപ്പറേഷൻ, ഒരു വലിയ പദ്ധതി, ഇത് നടപ്പിലാക്കുന്നതിന് പിന്നിൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപാണ്. ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ് ഓപ്പറേഷൻ 37 നടപ്പിലാക്കാനായിട്ട്. ആ ഉത്തരവ് ആർക്കാണ് നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CIA-ക്കാണ് നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം ചേർന്നിരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ്. കൃത്യമായ ഒരു പദ്ധതി. ഇന്ത്യയെ തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ മതസ്പർദ്ധയോ ജാതിസ്പർദ്ധയോ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടികൾ മാത്രമല്ല. കൃത്യമായി പറയുകയാണെങ്കിൽ 12 മാസത്തിനുള്ളിൽ ഇന്ത്യ സർക്കാർ താഴെ വീണില്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇല്ലായ്മ ചെയ്യാൻ പോലും മടിക്കില്ല ഇവർ. അത്തരത്തിലൊരു ഓപ്പറേഷനാണ് ഇവർ നടത്തുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള പ്രധാന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് പല പദ്ധതികളുമുണ്ട്. ഈ കോക്രോച്ച് പാർട്ടിയൊക്കെ അതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്, ഇല്ലെങ്കിൽ ഒരു ഘട്ടം മാത്രമാണ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ആദ്യം പറഞ്ഞ ഓപ്പറേഷൻ 37 എന്ന് പറയുന്നത് എന്താണ് എന്നുകൂടി അന്വേഷിക്കുമ്പോഴേ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അതായത് BJPക്ക് ഒപ്പമുള്ള 37 MP-മാരെ, അതായത് 37 പാർലമെൻറ്റ് മെമ്പർമാരെ BJPയിൽ നിന്ന് അടർത്തി മാറ്റി ആ വിഭാഗത്തിനെ BJPയുമായിട്ട് ഭിന്നിപ്പിച്ച് BJPയെ രണ്ടാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ അസ്ഥിരപ്പെടുത്തുക, അതും 12 മാസത്തിനുള്ളിൽ. എന്താണ് 12 മാസം? ഓപ്പറേഷൻ 37-ലെ 37 എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് 12 മാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 12 മാസത്തിനുള്ളിൽ ഇന്ത്യയെ തളർത്തിയില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക അടക്കമുള്ള വലിയ ശക്തികൾ താഴെ പോകും. അമേരിക്ക അടക്കമുള്ള ശക്തികൾ എന്ന് പറയുമ്പോൾ അമേരിക്കയും അമേരിക്കയോടൊപ്പം നിൽക്കുന്ന 1-2 രാജ്യങ്ങളും, അതിലൊന്ന് ചിലപ്പോൾ ഒപ്പം നിൽക്കുന്ന ഇസ്രായേൽ ആയിരിക്കും. പക്ഷേ ഇസ്രായേലിന് അങ്ങനെ ഇന്ത്യയോട് വലിയ വിരോധം പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. പക്ഷേ അമേരിക്കയ്ക്ക് കൃത്യമായ വിരോധമുണ്ട്. അതിൽ കോപ്പുകൂട്ടുന്ന ചില രാജ്യങ്ങളുമുണ്ട്. അതിലൊന്ന് പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ എങ്ങനെയാണ് ഈ 12 മാസത്തിനുള്ളിൽ അമേരിക്കയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി നിൽക്കുന്നത്? അതിലേക്ക് വരാം. അതിനു മുൻപ് ഈ 12 മാസം എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇന്ത്യ ഒരു നിർണായകമായ പോയിന്റിൽ എത്തി നിൽക്കുന്നു, ഒരു നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച, അതിൻ്റെ മുന്നേറ്റമൊക്കെ ഒരു പീക്ക് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ നാനാവിധത്തിലുള്ളത് നമുക്ക് ഏകപക്ഷീയമായിട്ട് ഒരിടത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല. ഇന്ത്യയുടെ ഈ പറയുന്ന രൂപയുടെ മൂല്യമൊക്കെ ഇടിയുന്നല്ലോ, അതിനെ പറ്റിയിട്ടൊക്കെ വലിയ ആശങ്കയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ വലിയ രീതിയിൽ പറയുന്നുണ്ട്. ഗീതാ ഗോപിനാഥ് അടക്കമുള്ളവർ ഇതിനെപ്പറ്റി ചൂണ്ടിക്കാട്ടിയതാണ്. ഇന്ത്യയുടെ മൂല്യം, രൂപയുടെ മൂല്യം കുറയുന്നതിനെ പറ്റി ആശങ്കപ്പെടേണ്ടതില്ല. ഇവിടെ വിലക്കയറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. വിലക്കയറ്റം ഉണ്ടാകുന്നത് ഒരു ചെറിയ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിൽ നടക്കുന്ന യുദ്ധമാണ്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ ഒരു വിലക്കയറ്റമില്ല. കാരണം ഇന്ത്യയിൽ കൃത്യമായ പ്രൊഡക്ഷൻ ഉണ്ട്. ഉൽപ്പാദന രംഗത്ത് ഇന്ത്യ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രവുമല്ല, ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടിങ്, ഈ കയറ്റുമതിയുടെ കാര്യത്തിനകത്തും വലിയ വളർച്ച ഇന്ത്യ നേടിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആയുധ കച്ചവടം, ആയുധം വിൽക്കുന്ന കാര്യത്തിൽ കയറ്റുമതിയിലൊക്കെ ഇന്ത്യ വൻ പുരോഗതി നേടുന്നു. ബഹിരാകാശ കാര്യങ്ങളിൽ ഇന്ത്യ നേട്ടം കൈവരിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇന്ത്യയുടെ പ്രൊഡക്ഷൻ വിദേശത്തേക്ക് പോകുന്നത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. ഇന്ത്യയിലേക്ക് വരുന്ന വരുമാനത്തിൻ്റെ തോത് വർദ്ധിക്കുന്നു. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യം വലിയ തോതിൽ വികസിക്കുന്നു. അങ്ങനെ ഇന്ത്യ അടുത്ത 12 മാസത്തിനുള്ളിൽ വൻ ശക്തിയായി മാറും എന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണവും നമ്മുടെ സാമ്പത്തിക മാർക്കറ്റ് രംഗങ്ങളിലെല്ലാം പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ വികസന കുതിപ്പ്, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ കുതിപ്പൊക്കെ ഒരു വലിയ ഘട്ടത്തെ താണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത 12 മാസം അതിലേറെ നിർണായകമാണ്. ആ 12 മാസം കൊണ്ട് ഇന്ത്യ കൃത്യമായ ഒരു പോയിന്റ് അച്ചീവ് ചെയ്യും. അതിനപ്പുറത്തേക്ക് കടന്നു പോകും. പിന്നെ ഇന്ത്യയെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളതാണ്.
ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ കാലങ്ങളായി കേൾക്കുന്നില്ലേ, അതിൻ്റെ ഒരു പീക്ക് പോയിന്റിലേക്കാണ് ഇന്ത്യ അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അത് സമഗ്രമായ ഒരു വികസനമാണ്. ഇന്ത്യയുടെ കയ്യിൽ കുന്നുകൂടുന്ന സമ്പത്ത് മാത്രമല്ല, ഇന്ത്യ സമഗ്രമായി വികസിക്കുന്നതിൻ്റെ, അതായത് എല്ലാ മേഖലയിലും ഒരുപോലെ തന്നെ സസ്റ്റൈനബിളായ ഒരു ഡെവലപ്മെൻറ്റ് നടത്തുന്നു, സുസ്ഥിരമായ വികസനം. അതായത് ഇന്ത്യയുടെ മുഴുവൻ വിഭവങ്ങളെയും ഒന്നിച്ച് ചൂഷണം ചെയ്ത് അതിനെ ഒരുമിച്ചെടുത്ത് കൊണ്ടുവന്ന്, ഇല്ലെങ്കിൽ ഈ പറയുന്ന വിത്തെടുത്ത് വിൽക്കുക എന്ന് പറയില്ല, ആ പരിപാടിയല്ല. ഇന്ത്യക്ക് ഉള്ള അസറ്റുകളെല്ലാം തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ സമ്പത്തിനെയും തുല്യമായി നമ്മൾ ക്രമപ്പെടുത്തിക്കൊണ്ട് അതിനെ വിനിയോഗിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇന്ത്യ നടത്തുന്നതാണ്. അത് സമഗ്രമാണ്, അത് സുസ്ഥിരമാണ്. അങ്ങനെ വരുമ്പോഴാണ് രാജ്യം ശരിയായ വളർച്ച എത്തുന്നത്. അങ്ങനെ വളരുമ്പോൾ ആരൊക്കെയാണ് വളരുന്നത്? ഏറ്റവും അടിസ്ഥാന വർഗം മുതൽ ഇന്ത്യയുടെ വലിയ കുറ്റൻ വ്യവസായങ്ങൾ വരെയുള്ള ഘട്ടങ്ങളിൽ. അതിൽ ഈ പറയുന്ന സൈനികമായ വളർച്ചയുണ്ട്, സാമ്പത്തികമായ വളർച്ചയുണ്ട്, കാർഷിക, വ്യാവസായിക, വാണിജ്യ മേഖലയിലടക്കമുള്ള വളർച്ചയുണ്ടാകുന്നു, ടെക്നോളജിയിലുണ്ടാവും, എഡ്യൂക്കേഷനിലുണ്ടാവും. അങ്ങനെ എല്ലായിടത്തും ഇന്ത്യയുടെ വികസനം ഉണ്ടാകുന്നു, വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വളരുന്ന ഇന്ത്യ ഈ ഘട്ടം കഴിയുന്നതോടുകൂടി തന്നെ ലോകശക്തിയായി മാറുന്നു എന്നുള്ളതാണ്. സൈനിക കാര്യത്തിൽ ലോകശക്തിയാവാൻ അധികം മാറ്റം കാലമൊന്നും ഇന്ത്യക്ക് എടുക്കില്ല എന്നുള്ളതാണ്. ഇന്ന് പല രാജ്യങ്ങളുടെയും കയ്യിൽ ആയുധം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു, കാരണം യുദ്ധമൊക്കെയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പോലും ഇന്ത്യ മികച്ച ശക്തിയായി ആയുധ കാര്യത്തിലും സാമ്പത്തിക കാര്യത്തിലും ഒക്കെ മുന്നേറുമ്പോൾ ഇന്ത്യ തന്നെയാണ് ലോകശക്തി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ എങ്ങനെ തകർക്കാം എന്നുള്ളതിനാണ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക, 37 എംപിമാരെ മാറ്റിക്കൊണ്ട് എന്നുള്ളത്. രണ്ടാമത്തെ ഘട്ടം എന്താണ്? 12 മാസത്തിനുള്ളിൽ ഇന്ത്യയെ തകർക്കണം, ഇല്ലെങ്കിൽ ഇന്ത്യയെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്തുന്നത്? അപ്പോൾ ഇന്ത്യക്കകത്ത് ഒരു അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ സാമൂഹികമായ ഒരു അസ്ഥിരത ഉണ്ടാക്കണം. അതിനെ വർഗീയ കലാപങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ഡീപ് സ്റ്റേറ്റും അമേരിക്കയും അടക്കമുള്ളവർ ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ അതിലേക്ക് ചെന്ന് വീഴാൻ ഇന്ത്യക്ക് യാതൊരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഹിന്ദുക്കളെ ബോധപൂർവം ഭിന്നിപ്പിച്ച് പല ഘട്ടത്തിലേക്കോ അല്ലെങ്കിൽ പല തട്ടിലേക്ക് മാറ്റിക്കൊണ്ട് ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ കോക്രോച്ച് പാർട്ടി അടക്കമുള്ള ഈ കോക്രോച്ച് പാർട്ടി, പാറ്റ പാർട്ടികളെയൊക്കെ ഉണ്ടാക്കുന്നതും സോഷ്യൽ മീഡിയയിൽ ചില ട്രെൻഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതൊന്നും. പക്ഷേ അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്നറിയാം. പിന്നെ എന്താണ് പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്നത്? റഷ്യ ഉക്രൈൻ യുദ്ധം പോലെ ഒരു ദീർഘമായ യുദ്ധത്തിലേക്ക്, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യയെ പിടിച്ചിടുക. അങ്ങനെ പിടിച്ചിട്ടാൽ എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ സാമ്പത്തിക രംഗം തകരും, ഇന്ത്യയുടെ സാമൂഹിക സ്ഥിതി മോശമാകും, ഇന്ത്യയുടെ സൈനിക സ്ഥിതിയെ ദുർബലപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന നീക്കം നടക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ 37 മോദിയെ ഇല്ലായ്മ ചെയ്യാം, ഇല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാമെന്ന, ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുരോഗതി ഇല്ലായ്മ ചെയ്യാമെന്നൊക്കെയുള്ള ലക്ഷ്യങ്ങൾ ഈ പറയുന്ന അമേരിക്കൻ ഭരണകൂടമടക്കം ട്രംപും ഡീപ് സ്റ്റേറ്റും ഇവിടുത്തെ രാജ്യത്തിനകത്തുള്ള രാജ്യദ്രോഹികൾ, നമുക്ക് ആരൊക്കെയെന്ന് കൃത്യമായിട്ടറിയാം. രാജ്യത്തിനകത്തുള്ള രാജ്യദ്രോഹികൾ, രാജ്യത്തിനെതിരായി നിൽക്കുന്നവർ, ഇവരെല്ലാം കൂടെ ശ്രമിച്ചുകൊണ്ടാണ്. ഇവരുടെ എല്ലാം പ്രോക്സികൾ നിരന്തരമായി പ്രവർത്തിക്കുന്നു. പാകിസ്ഥാൻ്റെ പ്രോക്സികൾ വർക്ക് ചെയ്യുന്നത് എപ്രകാരമാണോ അതുപോലെ രാജ്യത്തിനകത്തുള്ള ഈ രാജ്യദ്രോഹികളുടെ പ്രോക്സികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? അവർ ഈ പറയുന്ന ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കം നടക്കുന്നു. ആ നീക്കം ഏതെങ്കിലും ഘട്ടത്തിൽ വിജയിക്കുമോ? വിജയിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. അതെല്ലാം തന്നെ തകർക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ. അതെന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ്. രാജ്യത്തിനെതിരായിട്ടുള്ള, ഇല്ലെങ്കിൽ ഈ കോക്രോച്ച് പാർട്ടികൾ പോലുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തുക, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് പ്രവർത്തിക്കുക, രാജ്യത്ത് ഭിന്നിപ്പൊട്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ശബ്ദമുയർത്തുക, നമ്മളുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തുക, നമ്മൾ ഒന്നിച്ചു നിൽക്കുക, സമാജത്തിനൊപ്പം നിൽക്കുക, രാജ്യത്തിനൊപ്പം നിൽക്കുക. ഏതെങ്കിലും തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ശരിയല്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രവർത്തനം, തീവ്രവാദ പ്രവർത്തനം ഉണ്ടെങ്കിൽ അത് അധികാരികളെ അറിയിക്കുക, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഏജൻസികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഡീപ് സ്റ്റേറ്റും അമേരിക്കയും അടക്കമുള്ളവർ ചേർന്ന് വലിയ ഗൂഢാലോചന നടത്തുന്നു. ഇന്ത്യ ഉയർന്നു വരരുത്, ഇന്ത്യയുടെ വികസനം സാധ്യമാകരുത്, ഇന്ത്യയുടെ വളർച്ച പൂർണ്ണമാകരുത്. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അതിനെ തകർത്തെറിയുക എന്നുള്ളതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി ഇന്ത്യ ഒരുമിച്ച് നിൽക്കുന്നു, അഹോരാത്രം പണിയെടുക്കുന്നു. നമ്മുടെ മോദിയും നമ്മുടെ അമിത്ഷായും അജിത് ഡോവലും രാജ്നാഥ് സിംഗും അടക്കമുള്ള നേതാക്കൾ നിരന്തരം പരിശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ത്യ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള ഒരു പാതയിലാണ്. പക്ഷേ ഓർക്കുക, ശത്രുക്കൾ ചുറ്റുമുണ്ട്. ഓപ്പറേഷൻ 37 എന്ന് പറയുന്നത് വെറും കെട്ടുകഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്.